നെക്സ്റ്റ് നമ്മൾ ഒരു ടേബിളിലോട്ട് നമുക്ക് എങ്ങനെ റെക്കോർഡ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനു മുമ്പായി നമുക്ക് ഇപ്പോഴുള്ള ടേബിൾ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് നമ്മൾ സെലക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നു. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുക്കുന്നു സ്റ്റുഡൻറ്റ്. ശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ആ ടേബിളിലെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, പ്ലേസ്. നമ്മളിപ്പോൾ ഒറ്റ റെക്കോർഡും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാം നള്ളെന്ന് കാണിക്കുന്നു. നമുക്ക് തൽക്കാലം ഈ വിൻഡോ ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. അതിന് നമ്മൾ ഈ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ അത് ഹൈഡായി പോകുന്നതായിരിക്കും. സോ നമ്മളിനി ഇൻസേർട്ട് ചെയ്യുന്നതിന് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായി ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം കൊടുക്കുക സ്റ്റുഡൻറ്റ്. ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുക. നമ്മുടെ ഓരോ ഫീൽഡ് കൊടുക്കുക. ഫീൽഡ് നെയിം സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് ID, കോമ സ്റ്റുഡൻറ്റ് നെയിം, കോമ ഏജ്, കോമ പ്ലേസ്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യേണ്ട വാല്യൂ, നമ്മൾ വാല്യൂസ്. ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എൻ്റർ ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. സോ നമ്മൾ ആദ്യമായി എൻ്റർ ചെയ്യുന്നത് ഈ ഒരു റെക്കോർഡാണ്. സ്റ്റുഡൻറ്റ് ID S1, അഖിൽ, ഏജ് 20, ട്രിവാൻഡ്രം. ഓക്കെ, നമ്മൾ സ്ട്രിങ് എല്ലാം വാർച്ചാർ എല്ലാം നമുക്ക് ഒരു സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കാം. S1, കോമ അഖിൽ, കോമ അതിനുശേഷം ഏജ് നമ്മൾ 20, ഏജ് 20, കോമ കൊടുത്ത ശേഷം പ്ലേസ് ട്രിവാൻഡ്രം. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് സെമിക്കോളൻ കൊടുക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ഇൻടു, അതിനുശേഷം നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിൾ നെയിം കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഫീൽഡ് കൊടുക്കുക. സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, പ്ലേസ്. ആ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇതിൽ എൻ്റർ ആവുന്നത്. സോ നമ്മൾ S1 അഖിൽ 20 ട്രിവാൻഡ്രം, ഇതായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഡാറ്റ. S1 അഖിൽ 20 ട്രിവാൻഡ്രം. സോ നമ്മളിനി ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇനി നമ്മൾ നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്ത് നോക്കാം. നമ്മളിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത റെക്കോർഡ് ഇവിടെ കാണാൻ കഴിയും. S1 അഖിൽ 20 ട്രിവാൻഡ്രം. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ടേബിളിലോട്ട് നമുക്ക് റെക്കോർഡ് ആഡ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കിനി ബാക്കിയുള്ള റെക്കോർഡ് കൂടി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കിനി മൾട്ടിപ്പിൾ റെക്കോർഡ് ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യണമെന്ന് പോവാം. ബാക്കിയെല്ലാം ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ഇൻടു, നമ്മൾ ടേബിൾ നെയിം കൊടുക്കുക സ്റ്റുഡൻറ്റ്. അതിനുശേഷം വാല്യൂസ് എന്ന് കൊടുക്കുക, വാല്യൂസ്. ശേഷം നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ്, നമ്മൾ കൊടുക്കേണ്ട ഓരോ വാല്യൂസും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ഓരോ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ആദ്യമായി കൊടുക്കുന്നത് ഈ ഒരു വാല്യൂ ആണ്. സോ ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഒരു റെക്കോർഡായി. ശേഷം കോമ കൊടുക്കുക. അടുത്ത റെക്കോർഡ് നമുക്ക് എൻ്റർ ചെയ്യാം. സോ ബാക്കിയെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ആണ്. സോ ഞാൻ ബാക്കിയുള്ള റെക്കോർഡ്സ് എല്ലാം S2 മുതൽ S10 വരെയുള്ള എല്ലാ റെക്കോർഡ്സും ഞാനിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഓരോ റെക്കോർഡും ഓരോ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തതിന് ശേഷം കോമ കൊടുക്കുക. അവസാനത്തേതിന് സെമിക്കോളൻ കൊടുക്കുക. നമ്മളിവിടെ കൊടുക്കുന്ന കമാൻഡ് ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം വാല്യൂസ് എന്ന് കൊടുക്കുക. അതിനുശേഷം എല്ലാ വാല്യൂസും കൊടുത്തതിന് ശേഷം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് താഴെ കൺഫർമേഷൻ നോക്കാം. സോ നമ്മുടെ എല്ലാ ഡാറ്റയും അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മളിനി നമ്മുടെ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ടേബിളും നമുക്കിവിടെ, എല്ലാ റെക്കോർഡ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാം S1, S2, S3, S4, S9 വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. S10 വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
അതുപോലെ അവരുടെ സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, പ്ലേസ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഈ ടേബിളിലേതുപോലെ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്കൊരു ടേബിളിലോട്ട് റെക്കോർഡ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.